നോക്കൂ, the length, breadth and height of a rectangular block are 21 centimeter, 15 centimeter and 7 centimeter. What is its volume? ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. എങ്കിൽ ഇതിൻ്റെ വോളിയം കാണാനാണ്. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻസ് ആദ്യം പഠിക്കാം. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു height. Okay, volume is equal to length into breadth into height. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കൂടി മനസ്സിലാക്കണം. യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ. യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താലോ? ഇങ്ങനെയാണ് വോളിയം ഓഫ് ബ്ലോക്ക് is equal to 21 into 15 into 7. 21 into 15, 1 into 5 5, 2 into 5 10, 1 into 1 1, 1 into 2 2, 5 1 3, 7 കൊണ്ട് ചെയ്യാം. 5 ന് 35, 3 റിമൈൻഡർ, 1 to 7 7 plus 3 10, 1 remainder, 7 into 3 21 plus 1 22. അപ്പോൾ എത്ര കിട്ടി? 2205. ഇവിടെ യൂണിറ്റ് എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ. നോക്കണേ, സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ സോളിഡ് ഫോമാണ് ഇത് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് ലെങ്തും ബ്രെഡ്ത്തും അതുപോലെ ഹൈറ്റും എല്ലാം ഈക്വലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യൂബ് ഓഫ് അയൺ ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 ഗ്രാംസ്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദിസ് ക്യൂബ്? അപ്പോൾ ഇവിടെ എല്ലാ സൈഡും എത്ര തന്നെയാണ്? 8 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബ് ഓഫ് അയൺ, ലെങ്തും 8 തന്നെ, ബ്രെഡ്ത്തും 8 തന്നെ, ഹൈറ്റും 8 തന്നെ. 8 ഇൻറ്റു 8, 8 എത്രയാണ്? 8 ഇൻറ്റു 8 64 ഇൻറ്റു 8 32, 3 ശിഷ്ടം, 5 6 48, 3 1. ഓക്കെ, 512, 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൂടി കാണണം. വെയിറ്റ് നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 ഗ്രാംസ്. നമുക്കിപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടിയെന്ന്? 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതിൽ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് 8 ഗ്രാംസ്. എങ്കിൽ 512 ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ വെയിറ്റ് കാണാൻ 512 ഇൻറ്റു 8 ഗ്രാംസ്. ഇതെന്താണ്? 8 ഗ്രാംസ്. ഓക്കെ ഓക്കെ ചെയ്യാം. 512 ഇൻറ്റു 8, 2 ഇൻറ്റു 8 16, 1 റിമൈൻഡർ, 1 into 8 8, 1 9, 5 into 8 40. ഓക്കെ, ഗ്രാം. നമുക്കുള്ള ക്വസ്റ്റ്യൻ ഗ്രാമിലാണല്ലേ, ഗ്രാംസ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ കണ്ടു? വോളിയം കണ്ടു, പിന്നെ അതുപോലെ അതിൻ്റെ വെയിറ്റ്, ക്യൂബ് ഓഫ് അയണിൻ്റെ വെയിറ്റ്. ക്യൂബ് എന്ന് പറയുന്നത് ഇത് എന്താണ്? സ്ക്വയറിൻ്റെ സോളിഡ് ഫോമാണ്. സ്ക്വയറിൻ്റെ സോളിഡ് ഫോം. അപ്പോൾ അതിൻ്റെ എല്ലാ ഹൈറ്റും ലെങ്തും ബ്രെഡ്ത്തും എല്ലാം എന്ത് തന്നെയാണ്? ഈക്വലാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആകുമ്പോൾ ഇത് മൂന്നും വ്യത്യാസപ്പെട്ടിരിക്കും. ക്യൂബ് അല്ലേ,
ക്യൂബ് ആകുമ്പോൾ എല്ലാ വശങ്ങളും ഈക്വലായിരിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.